വിതുര താലൂക്ക് ആശുപത്രിയില് ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയമെന്ന് മന്ത്രി വീണ ജോർജ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനക്കോ ചേർന്ന പ്രവർത്തനമല്ലെന്നും മന്ത്രി കുറിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പ്രതികരണം. വിതുര താലൂക്ക് ആശുപത്രിയില് ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയമെന്ന് മന്ത്രി വീണ ജോർജ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനക്കോ ചേർന്ന പ്രവർത്തനമല്ലെന്നും മന്ത്രി കുറിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പ്രതികരണം. മുംബൈയിൽ 11കാരന് നായയെ വിട്ടുകടിപ്പിച്ചു. വീടിന് സമീപത്തെ നിർത്തിയിട്ട ഓട്ടോയിൽ കളിക്കുകയായിരുന്ന കുട്ടിയെയാണ് നായയെ വിട്ടുകടിപ്പിച്ചത്. മാങ്കൂത്തിലാണ് സംഭവം. നായ കുട്ടിയെ കടിക്കുന്നതും പിടിച്ചു മാറ്റാതെ ഉടമ നോക്കി ചിരിക്കുന്നതും അടക്കം ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഹംസ എന്ന 11കാരനാണ് കടിയേറ്റത്. ആരും സഹായിച്ചില്ലെന്നും കണ്ടുനിന്നവര് ചിരിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും മാത്രമാണ് ചെയ്തതെന്നും കുട്ടി പറയുന്നു. പിതാവിന്റെ പരാതിയില് സുഹൈൽ ഖാൻ എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. പിറ്റ് ബുൾ ഇനത്തിൽപ്പെട്ട നായയാണ് കടിച്ചത്. പ്രദേശത്ത് തന്നെയുള്ള AC മെക്കാനിക്കാണ് സുഹൈൽ ഖാൻ. നായ തന്നെ കടിച്ചുവെന്നും താന് വിട്ടുമാറി ഓടിയെന്നും ഹംസ പറഞ്ഞു. നായയുടെ ഉടമയോട് തന്നെ സഹായിക്കാൻ അപേക്ഷിച്ചെങ്കിലും അയാള് ചിരിച്ചുകൊണ്ടേയിരുന്നുവെന്നും കുട്ടി വെളിപ്പെടുത്തി. ഒരാളും തന്നെ സഹായിക്കാൻ വന്നില്ലെന്നും കുട്ടി പറഞ്ഞു. താന് വളരെയധികം ഭയന്നുവെന്നും കുഞ്ഞു പറയുന്നു. വിദ്വേഷ പരാമർശത്തില് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് CPIM. മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ജാഗ്രത പാലിക്കണം. മതവൈര്യമുണ്ടാക്കുന്ന തരത്തില് പ്രശ്നങ്ങള് അവതരിപ്പിക്കരുതെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശന്റെ പേര് പരാമർശിക്കാതെയാണ് വിമർശനം. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ തകർന്നു വീണ സർക്കാർ UP സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല. മേൽക്കൂര അപകടാവസ്ഥയിലെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം മാസങ്ങൾ മുന്നേ റിപ്പോർട്ട് നൽകിയിരുന്നു. ശക്തമായ മഴയിൽ പഴയ കെട്ടിടത്തിന്റെ ഓടിട്ട മേൽക്കൂരയാണ് തകർന്നത്. പുത്തൻ സീപ്ലെയിനുമായി വീടിന് സമീപത്തെ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ വിമാനം തകർന്നു. പൈലറ്റും കോ-പൈലറ്റും കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ കൊളറാഡോയിലാണ് സംഭവം. കൊളറാഡോയിലെ മോൺട്രോസ് റീജിയണൽ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ സീപ്ലെയിൻ തകർന്നു വീഴുകയായിരുന്നു. ഷാർജയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുലിയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. തെക്കുംഭാഗം CI ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. ഫോൺ രേഖകളും മൊഴിയും ഉടൻ ശേഖരിക്കും. CMRL എക്സാലോജിക്സ് മാസപ്പടി കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കൂടുതൽ പേരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, CMRL, എക്സാലോജിക് കമ്പനി അടക്കം 13 പേരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള പൊതുതാൽപര്യ ഹർജി കോടതിക്ക് മുൻപിലുണ്ട്. മാസപ്പടി കേസിൽ ED അന്വേഷണം വേണമെന്നാണ് ഷോൺ ജോർജിന്റെ ഹർജി. ഹർജി ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിള് ബെഞ്ച് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. പെൻഗൺ ഉപയോഗിക്കുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളിൽ നിന്ന് ചൈനീസ് എഞ്ചിനീയർമാരെ ഒഴിവാക്കുകയാണ് മൈക്രോസോഫ്റ്റ്. ന്യൂയോർക്ക് ആസ്ഥാനമായ NGO Pro Publicയുടെ അന്വേഷണത്തില് ദേശീയ സുരക്ഷാ ഭീഷണി കണ്ടെത്തിയതാണ് കാരണം. പ്രതിരോധ വകുപ്പിന്റെ ക്ലൗഡ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുരക്ഷിതമാക്കുകയെന്ന ലക്ഷ്യമാണുള്ളതെന്ന് മൈക്രോസോഫ്റ്റ് അറിയിച്ചിട്ടുണ്ട്.